ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ഭാഗമാട്ടോ നാളെ വരാൻ പോണത്. വേറൊന്നുമല്ല, ശാരിക്ക് വല്ലാത്തൊരു സംശയം മനോഹർ ഒരു ഫ്രോഡാണോ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മനോഹർ ഒരുപാട് പെൺപിള്ളേരെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരാളാണോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ മനോഹർ പുറത്തിറങ്ങുമ്പോൾ മനോഹറിൻ്റെ പുറകിലേക്ക് ഇറങ്ങി പോകുക. അങ്ങനെ മനോഹർ കാണുന്ന ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാന്ന് വെച്ചിട്ട് ഷാരി അങ്ങനെ പോണത്. അങ്ങനെ ഷാരി പോണതൊരു കാര്യം ഉണ്ടാവുകയാണ്. മനോഹർ നേരെ പോണത് ഒരു ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോണ മനോഹർ ഒരു പെണ്ണിനെ കണ്ട് ആ പെണ്ണിൻ്റെ തോളിൽ കയ്യൊക്കെ ഇട്ട് ആ പെണ്ണിൻ്റെ നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കാനാണ് ഷാരി കാണുന്നത്. അത് കാണുന്ന ഷാരി ആകെ ഞെട്ടിപ്പോകുക, തകർന്നു പോകുകയാണ്. കാരണം തൻ്റെ ഭർത്താവ് ഒരു കുളരിതത്തവനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവൻ എങ്ങനെയൊക്കെ ആയാലും തനിക്കൊരു മരുമോനുണ്ടല്ലോ, അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷാരി സമാധാനിച്ചിരിക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചതി ഷാരിക്കും മോൾക്കും പറ്റിയിരിക്കുന്നത്. അങ്ങനെ ഷാരി ആകെ മനസ്സ് തകർന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു ചതിയുടെ കാര്യം മോളോട് പറഞ്ഞല്ലേ പറ്റൂ എന്ന് ഷാരി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ സരയുവിനോട് പറയാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അങ്ങനെ സരയുവിൻ്റെ പക്ഷെ എങ്ങനെ പറയും, പറഞ്ഞിങ്ങനെ സരയുവിന് സഹിക്കാൻ പറ്റില്ലെന്ന് ഷാരിക്കറിയാം. പക്ഷെ പറഞ്ഞല്ലേ പറ്റൂ, കാരണം സരയു ഇങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷാരി സത്യങ്ങളൊക്കെ സരയുവിനോട് പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സരയുവിനോട് ചോദിക്കേണ്ട, മോളെ നിനക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയും ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് മനുവേട്ടനാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. അങ്ങനെ ഷാരി പറയണേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഒരിക്കലും വിഷമിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ സരയു ചോദിക്കേണ്ടത്, എന്താ അമ്മേ, അമ്മക്ക് എന്താണെങ്കിലും എന്നോട് പറയാമല്ലോ, അല്ലെങ്കിൽ അമ്മ കുറേ നാളായിട്ട് വല്ലാത്ത വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, എന്താണെങ്കിലും എന്നോട് പറയാമേ എന്ന് പറയാണ്. മോളെ, നമ്മൾ ചതിക്കപ്പെട്ടു മോളെ, നമ്മൾ ഒരിക്കലും ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അമ്മ എന്തൊക്കെയാണ് പറയണമെന്ന് പറയാണ്. നമുക്ക് മനുവേട്ടനില്ലേ അമ്മ, പിന്നെ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ മനുവാണ് മോളെ നമ്മളെ ചതിച്ചതെന്ന് പറയാണ്. അമ്മ എന്തൊക്കെയാണ് പറയണത്, മനുവേട്ടൻ നമ്മളെ ചതിച്ചെന്നോ? അതേ മോളെ, മനു ചതിച്ചു മോളെ. മനു മറ്റോ കിരണും കല്യാണിയൊക്കെ പറയാറില്ലേ, നിൻ്റെ അച്ഛനും ഇപ്പോൾ പറയാറില്ലേ മനു ഒരു ഫ്രോഡാണ്, ഒരുപാട് പെൺപിള്ളേരെ കല്യാണം കഴിച്ച് ഒരുപാട് പിള്ളേരുടെ അച്ഛനാണെന്നൊക്കെ, അതൊക്കെ സത്യമാണ് മോളെ എന്ന് പറയണം. അത് കേൾക്കുന്നത് സരയുക്ക് ആകെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം അവസാനിച്ചാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് വരുവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.